ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അവിടെ സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഞാനപ്പം ഇപ്പോൾ ക്ലാസ്സിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നടന്നാണ് പോകുന്നത്. അപ്പൂസ് എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് അപ്പൂസിന് അംഗനവാടി ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് ചെല്ലണ്ടെന്ന് പറഞ്ഞായിരുന്നു. അന്നേരം ആ പുറകെ കാണുന്ന ഷെഡ് പോലെ കാണുന്നില്ലേ, അവിടെ കേട്ടോ അപ്പൂസിൻ്റെ അംഗനവാടി. ഞാനപ്പം ഇപ്പം നടന്നാണ് അംഗനവാടിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോറി ക്ലാസ്സിന് പോകുന്നത്. എൻ്റെ ഈ വഴി പോകുന്നതെന്ന് വെച്ചാൽ ഈ വഴി അങ്ങ് എത്തുമ്പം മമ്മിയുടെ വീട് അവിടെ ആണ്. അന്നേരം അപ്പൂസിനെ അങ്ങോട്ടാക്കിയിട്ട് ഞാനങ്ങ് ബസ്സിന് നിന്ന് ക്ലാസ്സിന് പോകും. നേരെ അപ്പോൾ അപ്പൂസാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അവനെ അംഗനവാടിയിലാക്കുമെന്ന് പറഞ്ഞ് ഇന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അംഗനവാടി കഴിഞ്ഞപ്പോഴും ഒരു 2 മിനിറ്റ് ഒന്ന് നടന്നത്. വീണ്ടും തോളെ കയറിയിട്ടുണ്ട്. ഒരു ഹായ് പറയോ? എവിടെ പോവാ? എവിടെ പോന്ന്? എവിടാ? ആദ്യ അച്ഛൻ്റെ വീട്ടിൽ പോവാന്നോ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വീട്ടിലപ്പോൾ ആരും ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് വീട്ടിൽ അച്ഛനും പപ്പയും രാവിലെ തന്നെ പണിക്ക് പോയി. അതങ്ങ് ദൂരെ കൊട്ടാരക്കരയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് ക്ലാസ്സിന് പോയിട്ടൊക്കെ വരുന്നത് ഇത്തിരി പാടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ബസ്സിന് വന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് അപ്പൂസിന് അങ്ങനെ അവിടെ ഇല്ലയെന്ന് പറഞ്ഞത്. പിന്നെ മമ്മിയാണെങ്കിൽ മമ്മിയുടെ വീട്ടിലോട്ടൊന്ന് പോയി. അപ്പോൾ വീട്ടിലാരുമില്ല അപ്പൂസിനെ നോക്കാൻ വേണ്ടി. ഇപ്പം മമ്മിയുടെ വീട്ടിലോട്ട് അപ്പൂസിനെ ആക്കിയിട്ട് ഞാൻ ബസ്സിന് പോകാമെന്നുള്ള ഒരു പ്ലാൻ ഇപ്പം നടക്കുകയാണ് കേട്ടോ. ഇന്നാണെങ്കിൽ അതുപോലെ ഒരുപാട് ലേറ്റായിട്ടുണ്ട്. ഇപ്പോൾ സമയം ഞാൻ നോക്കട്ടെ, ഒരു 4 മണിയാകാറൊക്കെ ആയി. സാധാരണ ഒരു 2 മണിക്കൊക്കെയാണ് ഞാൻ ക്ലാസ്സിന് പോകുന്നത്. ഇന്നിപ്പോൾ 4 മണിയാവാറായി. ഒരു 7 മണി വരെയൊക്കെ ഇന്നിരിക്കുകയായിരിക്കും. അച്ഛൻ എന്തായാലും എന്നെ വിളിക്കാൻ വരും. അപ്പം ഇനി അപ്പൂസിനെ വീട്ടിലോട്ടാക്കണം, ബസ് കയറി പോകണം. അതാണ് ആദിത്യച്ഛൻ്റെ വീട്ടിൽ പോവാ. ആദിത്യച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് ഗുഡ് ബോയ് ആയിട്ടിരിക്കണം. അവിടെ ഇവിടെ ഒക്കെ കളിച്ചിട്ട് കേട്ടോ. മാമമാർക്ക് മിഠായി കൊടുക്കൂ. മാമമാർക്ക് മിഠായി കൊടുക്കൂ. കൊടുക്കണം. ഗുഡ് ബോയ് ആയിട്ടിരിക്കണം. അമ്മച്ചിയുടെ കൂടി ഇരിക്കണം കേട്ടോ. അത് മുട്ടായിയാ? മോൻ നടക്കടാ. തളർന്ന് ശരിക്കും പറഞ്ഞ. ഇത് 2 മിഠായി. മാമമാർക്കും കൊടുക്കണം. കൊടുക്കോ? ഇത് 5 മിഠായിയാ. 10 അല്ല, 2. 1 2. 1 2. അപ്പം ഞാൻ ഇനി അപ്പൂസിനെ അങ്ങോട്ടാക്കി. എന്തു അപ്പൂ? അതെന്താ? പശുവാണോ? കവ്. അത് 2 കവുണ്ട്. അതുകൊണ്ട് കണ്ടോ? അങ്ങനെ അപ്പൂസിനെ അവിടെ ആക്കിയിട്ട് നൈസിന് ഞാനിങ്ങ് പോയിരുന്നു കേട്ടോ. മമ്മിയുണ്ട് അവിടെ, പിന്നെ റോബിച്ചിരിക്കും പിള്ളേരൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, പിള്ളേരുടെ ഇവിടെയൊക്കെ കളിച്ചൊക്കെ നിന്നോളൂ. ഇനിയിപ്പം ബസ് കിട്ടുന്നതാണ് കേട്ടോ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ 1/2 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത ബസ്സുണ്ട്. ഇനി ഇപ്പോഴെങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ ഒരു 1/2 മണിക്കൂർ വേസ്റ്റ് ആവുമല്ലേ. പത്തനാപുരത്ത് നിന്നിട്ട് പിന്നെ നടക്കണം. അയ്യോ എനിക്ക് വയ്യായി. എന്തോ ഞാൻ
അപ്പൊ ഞാൻ ബസ്സൊക്കെ ഇറങ്ങി സിറ്റിയിലോട്ട് നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പണ്ടത്തെ തൊട്ട് എനിക്ക് പബ്ലിക്കിൽ ഇറങ്ങി ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ചെറിയ മടിയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കി ഇതെന്തേ കൊച്ചിങ്ങനെ ഫോണൊക്കെ പൊക്കി പിടിച്ച് നടക്കുന്നത്, അതുകൊണ്ട് ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കാതെ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും വട്ടാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ അവിടെ ആവാറായി. അപ്പം കപ്പലണ്ടി ഉണ്ടപ്പം അതുകൂടെ വാങ്ങിച്ചാണ് കേട്ടോ. പിന്നെ പഴയതുപോലെ ഇപ്പം നമുക്കങ്ങനെ എല്ലായിടത്തും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മിക്ക ഇടങ്ങളിൽ സിനിമ പാട്ടാണ്. അപ്പം സംസാരിച്ച് വീഡിയോ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതാ കപ്പലണ്ടി വണ്ടിപ്പുലിയുടെ പാലഞ്ച് പൈസ ഉള്ളത് കൊണ്ടാണ് ഇന്ന് കൊണ്ടുവിടുമെന്നുള്ള രീതിയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. എന്ത് എന്നെ കൊണ്ടാക്കിയിട്ട് അപ്പത്തിനെ തിരിച്ചു പോകുമ്പോൾ മമ്മിയുടെ അടുത്തോട്ട് ആക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അജയനും വന്നില്ല, മമ്മി അങ്ങ് പോവുകയും ചെയ്തു. എന്നെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും നടന്ന് മമ്മിയുടെ വീട്ടുകാരെ നടന്ന് മമ്മിയുടെ അവിടെ ആക്കി. പരിഞ്ഞിക്കട അറിയോ ചേച്ചി? നമുക്ക് നടക്കാൻ എത്തിയതേ ഉള്ളൂ ചേച്ചി. 10-15 മിനിറ്റ് നടക്കാതെ. നിങ്ങളുടെ വീട് അല്ല കേട്ടോ. പക്ഷെ നമ്മളെല്ലാം ചുറ്റുവട്ടം തന്നെ കുറച്ച് കത്തോട്ടുണ്ട്. പഴിഞ്ഞിക്കടവ് പാലം ആദ്യം പറയും. പഴിഞ്ഞിക്കടവ് പാലത്തേക്ക് അതിന് മുമ്പ് ഒരു ഇടത്തോട്ടുള്ള വഴി കൂടെ പോയാലും അത് കഴിഞ്ഞുള്ള ഇടത്തോട്ടുള്ള വഴി കൂടെ പോയാലും അത് കഴിഞ്ഞുള്ള ഇടത്തോട്ട് ഏത് വഴി പോയാലും നമ്മുടെ വീട്ടിൽ ഇടത്തോട്ടല്ല വലത്തോട്ട്. നടത്തേരി വരെയൊന്നും പോകണ്ട. എന്തുദ്ദേശത്തിലാ വന്നേ? എനിക്ക് ഹെൽമെറ്റ് ഉണ്ട്. ഒന്നും വാങ്ങാനില്ലല്ലോ. ഒരാള് കട നോക്കി വെക്കുന്നല്ലേ. നമുക്ക് ഇത് തന്നെയാണ് ഇത് കൊടുക്കണം, തയ്ച്ചത് അതൊന്ന് കൊടുക്കണം. അവിടുന്ന് വേറെ എന്ത് തുണി വാങ്ങണം. ബ്രഷ് ഉണ്ടോ? ബ്രഷ് വേണ്ടേ? നല്ല കട്ടിയുള്ളത് വേണേ. ഷീറ്റ് വെച്ചാൽ കുറച്ചാലോ മറയ്ക്കാന്ന് വിചാരിച്ച പഴയ അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ഇനി എന്തോ ഫുഡൊക്കെ കഴിക്കണം, ഉറങ്ങണം, അതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.